ഭാർഗവി മാഡം പറയുന്നത് കേട്ട് ഓഫീസിൽ ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അവർക്ക് പണം ഉണ്ടാക്കി കൊടുത്തത് മുതൽ ഏതോ ഒരു രുദ്രപ്രതാപ് എന്ന് പറയുന്ന ആളെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. എന്ത്? രുദ്രപ്രതാപിനെ ഭാർഗവി മേമയാണ് ഇറക്കിയതെന്നോ? എന്താ ഈ പറയുന്നത്? എനിക്കറിയാം സാർ, നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല എന്ന്. പക്ഷെ മാഡമാണ് അവനെ ഇറക്കിയത്, ഞാനാണ് അവനെ കൊണ്ടുവന്നത്. ഭാർഗവി മേമ എന്തിനാ രുദ്രപ്രതാപിനെ ഇറക്കുന്നത്? കാരണം സീതയും രാമനും ഒന്നാവാൻ പാടില്ലല്ലോ. ഭാർഗവി മേഡത്തിന് ഒന്നാതന്നെ സീത ഇഷ്ടമേ അല്ല. അപ്പൊ സീത രാമനെ ഇഷ്ടപ്പെടുന്നത് അവര് നോക്കി നിൽക്കോ സാർ? സീതയോട് എന്തിനാ ഭാർഗവി മേമയ്ക്ക് ഇത്രയധികം ദേഷ്യം? എന്താ സീത ഇഷ്ടമല്ലാത്ത? സാറൊന്ന് ഓഫീസിൽ വെച്ച് സൂര്യ സാറിനോട് ബോണസിന്റെ കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ പഴയതുപോലെ അങ്ങനെ നടന്നു പോകുമായിരുന്നല്ലോ. അത് കാരണോ അവളത് പറഞ്ഞതോടെ കാര്യങ്ങളെല്ലാം താറുമാറായില്ലേ? അതുകൊണ്ട് അവർക്ക് സീതയെ കണ്ണെടുത്താൽ കണ്ടുകൂടോ സാർ? മേമയാണോ ഇതൊക്കെ ചെയ്തിരുന്നേ? നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളല്ല അവര്. ശരി, നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കുക. അവരാ വീട്ടിലെ ആളായിട്ടും വീട്ടിലെ സ്വത്ത് മറ്റൊരാളെ വെച്ച് മോഷ്ടിക്കുന്ന എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? ഇവിടെ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ കമ്പനിയിൽ നിന്നുണ്ടാക്കുന്ന പണം വെച്ച് തന്നെ ഈ കമ്പനി ഒരിക്കലും വാങ്ങിക്കണമെന്ന്, അപ്പോഴേ എൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അവരിടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് സാർ. അല്ലാടി ചരൺ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് നീ എന്താ പറയാത്തെ? സാർ, പണം കിട്ടിയാൽ ആരാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. എനിക്കും ചിലരൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് സാർ. ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല സാർ. കണ്ടില്ലേ, നിന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ അവര് സേഫായി. ഇപ്പൊ ബുദ്ധിമുട്ടുന്നത് താനല്ലേ? അതെ സാർ, എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം സാർ, പ്ലീസ് സാർ. ഇതാ നോക്ക്, അവരെ പോലെ വേണ്ടാത്ത കാര്യത്തിനൊന്നും തന്നെ എനിക്ക് കഴിയില്ല. എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി സാർ. ബൈ ദ വേ, താങ്ക് യു സാർ. ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. ചരൺ, ദേ നോക്ക്, സത്യസന്ധത ഉണ്ടെങ്കിൽ ആരുടെയും കാലിൽ വീഴേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല നിനക്ക്. ഓർത്തു വെച്ചോ, ഇനിയെങ്കിലും ഒന്ന് നന്നാവ്. ശരി സാർ, വരട്ടെ സാർ. എൻ്റെ മനസ്സൊരിക്കലും കള്ളം പറയില്ല. എൻ്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷെ ഇത് രാമനോടോ സൂര്യോടോ പറഞ്ഞ് അവർ വിശ്വസിക്കില്ല. അവരെങ്ങനെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും? സീത, യു ജസ്റ്റ് റിലാക്സ് ചെയ്യാം. ഇതെല്ലാം ഞാൻ നോക്കിയോളാം. മുത്തശ്ശൻ കുറച്ചധികം സെൻസിറ്റീവ് ആണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സിഹിയെ ഇരുത്തി പറഞ്ഞു കൊടുക്കാറില്ലേ, അതുപോലെ മുത്തശ്ശനെ ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ടി വരും. സിഹി മുത്തശ്ശനൊക്കെ ചെറിയ കുട്ടികളെ പോലെയാണ്. ഇതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. യു ഡോണ്ട് വറി. മുത്തശ്ശൻ എന്നോട് ഡിസിഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ ഈ കല്യാണം എങ്ങാനും. സീത പ്ലീസ്, ഒന്നും പറയണ്ട. ചിലപ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ മറന്നേക്ക്. മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചോളാം, എല്ലാം സോർട്ട് ചെയ്തെടുക്കാം. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് റാം. വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നൊരു തോന്നലുണ്ട്. ഏയ് അതൊന്നും അല്ല സീത. ചിലപ്പോൾ നമ്മുടെ പ്രണയത്തിന്റെ അഗ്നിപരീക്ഷണം കഴിഞ്ഞു കാണില്ല. ഫേസ് ചെയ്യാന്നേ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം വന്നാലും ഞാൻ ഫേസ് ചെയ്യും. രാം സർ, ഞാൻ വീട്ടിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. അഞ്ജു മാഡം, അയ്യോ സോറി. അഞ്ജലി മാഡം, ഇന്നൊരൊറ്റ ദിവസം ഇവിടെ നിന്നൂടെ? ഞാനോ? എനിക്ക് അങ്ങനൊന്നും നിൽക്കാൻ കഴിയില്ല രാം സർ. നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. അല്ലാതല്ല, എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരുതരം
ശൂന്യത എവിടെ? ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊന്നും എൻ്റെ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിയില്ല അഞ്ജലി മാഡം. പ്ലീസ്, ഇന്നൊരേ ഒരു ദിവസം ഇവിടെ നിന്നൂടെ? എനിക്കറിയാം ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ തെറ്റാണെന്ന്. എന്നാലും പ്ലീസ്. രാം സർ, പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്ക. എനിക്ക് അങ്ങനെയൊന്നും നിൽക്കാൻ കഴിയില്ല. അതൊന്നും ശരിയാവില്ല. നിങ്ങളിങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിച്ചാൽ എങ്ങനെയാ? ഹേ, നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് നിൽക്കുന്നതിൽ എന്താ കുഴപ്പം അഞ്ജലി മാഡം? പ്ലീസ്, എനിക്ക് വേണ്ടി. നോക്ക്, എന്റെ ഏട്ടനെ ഫോൺ ചെയ്യുന്നേ. എന്നെ സംസാരിച്ചോ? ഒരു മിനിറ്റ്. ഏട്ടാ. ആ ഹലോ പപ്പാജി, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലേക്ക് പോയോ അതോ ക്ലിനിക്കിൽ തന്നെയാണോ? അല്ലേട്ടാ, ഞാൻ ദേ ഇറങ്ങുവാ. എന്താ? പപ്പാജി, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ആ പിന്നെ പ്രിയ നിന്നോട് RPയെ കുറിച്ച് ചോദിച്ചില്ല, അതായത് രുദ്രപ്രതാപ്. പപ്പാജി, അവൻ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അവനത്ര നല്ലവനല്ല. രുദ്രപ്രതാപ് എന്ന പേരുള്ള ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടെങ്കിൽ, അതല്ല നിന്റെ ചുറ്റിൽ അങ്ങനെ ആരെങ്കിലും വന്നതായി നിന്റെ ശ്രദ്ധയിൽ പെട്ടാൽ, നീ ആ നിമിഷം തന്നെ എന്നെ വിളിച്ച് പറയണം. കേട്ടില്ലേ? എന്തിനേട്ടാ വീണ്ടും വീണ്ടും രുദ്രപ്രതാപിനെ കുറിച്ച് ചോദിക്കുന്നേ? അവരാരാ എന്താ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. രാവിലെ ഞാൻ ചേച്ചിയോടും പറഞ്ഞിരുന്നു, ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ലാന്ന്. എന്നെ കുറിച്ച് ചോദിച്ചെന്നോ? അപ്പോ തീർച്ചയായും അശോകൻ എൻ്റെ മേൽ സംശയമുണ്ട്. വീണ്ടും വീണ്ടും അത് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ എത്ര ഡേഞ്ചറസ് ആണെന്ന് നീ ഒന്ന് മനസ്സിലാക്കിക്കോ. പ്ലീസ് ബി കെയർഫുൾ പപ്പാജി. ചേട്ടാ, നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ദാ ഇപ്പൊ തന്നെ ക്ലിനിക്കിൽ നിന്ന് പുറത്തു വരാം. ഓക്കെ, ബൈ. അഞ്ജു മാഡം, എന്തു പറ്റി? എന്റെ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ ഇറങ്ങട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, ഇവളുടെ ചേട്ടൻ എന്തിനാ ഇവളോട് എന്നെ കുറിച്ച് ചോദിക്കുന്നേ? എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം കാണുമോ? വീണ്ടും എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാനുള്ള പ്ലാൻ വലുതുമാകുമോ? അയ്യോ, ഞാൻ വീണ്ടും ജയിലിലേക്ക് പോകുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ. ഇപ്പൊ എന്ത് ചെയ്യും? ഇതെന്തിനാ ഭാർഗവി മാഡം എനിക്ക് ഫോൺ ചെയ്യുന്നത്? ഇവരെങ്ങാനും ഞാൻ അശോക് സാറിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇനിയിപ്പോ എൻ്റെ പുറകെ എങ്ങാനും ആൾക്കാരെ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാവോ? ഇതിപ്പോ വിളിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ മാഡം, പറയൂ. എന്താടാ, നീ എവിടെയാ? ഫോൺ വിളിച്ച തിരക്കിലാണല്ലോ. മാഡം, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എടുക്കാറില്ലല്ലോ. എന്തിനാ മാഡം വിളിച്ചതിപ്പോ? ആ രുദ്രപ്രതാപ് എവിടെയാടാ? പഴയ നമ്പർ യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അവനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല മാഡം. നിങ്ങൾ എന്നെ മറന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇപ്പോഴത്തെ സീതയുടെ കഥ അറിയണം. അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താടാ? കഥയോ? ഏത് കഥ? എനിക്കൊന്നും അറിയില്ല മാഡം. അറിയില്ല? എംപ്ലോയിയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല? എന്താടത്? അവൾക്കൊരു 5 വയസ്സുള്ള മകളുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞതെന്നാണ്, അവളുടെ ഭർത്താവ് ആരാണ്, ഇതൊന്നും അറിയാതെയാണ് ജോലിക്ക് എടുക്കുന്നത്. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മാഡം.
അവള് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒരാളോടും സംസാരിച്ച എനിക്കറിയില്ല. ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് എന്തിനാ മാഡം? എന്താ എന്തിനാന്നൊന്നും അറിയണ്ട. അവളുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആദ്യം അവൻ എവിടെയാണെന്ന് നീ തപ്പ്. ആവട്ടെ മാഡം, ഞാൻ ട്രൈ ചെയ്യാം. നീ ട്രൈ ചെയ്ത് വരുമ്പോഴേക്കും ഈ കഥ തന്നെ അവസാനിക്കരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം നീ ആ രുദ്രപ്രതാപന്റെ നമ്പർ ഒന്ന് കണ്ടെത്തി തരാൻ നോക്ക്. ശരി മാഡം. എന്തോ ഒരു പുതിയ ഗെയിമിന് ഇറങ്ങിയതായി ഈ സ്ത്രീ. ഇത്തവണ എന്തായാലും ഞാൻ കൂടെ നിൽക്കില്ല, പണി കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ അശോക് സാറിനോട് പറയാം. സീതയുടെ ഭർത്താവ് ആരാണെന്നറിയണോ ഭാർഗവി? ഭർത്താവിനെ അല്ല, ഒരു ഗർത്തം തന്നെ ഞാൻ കാണിച്ചു തരാം. അനന്തരാവകാശി വരും. എന്റെ മകൻ രാമന്റെ അനന്തരാവകാശി. അനന്തരാവകാശി ഇല്ലെങ്കിൽ ഈ ആസ്തിയിൽ നിന്നൊരു ചില്ലി കാശ് പോലും ആർക്കും കിട്ടില്ല. എന്റെ രാമനെയും എന്റെ വീടിനെയും സംരക്ഷിക്കാൻ വേണ്ടി വരും എന്റെ കൊച്ചുമോൻ. ഞാൻ കാരണമോ എൻ്റെ വീട്ടുകാർ കാരണമോ സീത ഒരിക്കലും സഫർ ചെയ്യില്ല. അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സോറി സീത, ഐ റിയലി സോറി. ഓ, രുദ്രപ്രതാപ്. എന്താടാ നീ പുതിയ നമ്പറിൽ നിന്നൊക്കെ ഫോൺ ചെയ്യുന്നേ? ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കുറെ ട്രൈ ചെയ്തു. നീയായിട്ട് ഇങ്ങോട്ട് വിളിച്ചല്ലോ. നിങ്ങളെ അല്ലാതെ വേറെ ആരെ വിളിക്കാനാ വേണം? നോക്ക്, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മകൻ. എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. എനിക്കിപ്പോൾ താമസിക്കാൻ നിങ്ങളായിട്ട് തന്നെ ഒരു സ്ഥലം ശരിയാക്കി തരണം. അത് ശരിയാക്കി തരണമെങ്കിൽ ആ സീതയുടെ ഭർത്താവാര അവൻ ഇപ്പൊ എവിടെയുണ്ടെന്നൊക്കെ അന്വേഷിക്കും. അല്ല, ഇത്രയും നാള് നീ എങ്ങോട്ടേക്കാ മാഞ്ഞു പോയത്? എല്ലാം നിങ്ങളുടെ മകന്റെ പണിയാ. അതുകൊണ്ടാ ഒരു നിവൃത്തിയില്ലാതെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ വന്ന് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞ ജോലി നടക്കില്ലേ? സീതയുടെ ഭർത്താവിനെ കണ്ടെത്തി തരില്ലേ? ഹേയ്, അതൊക്കെ സിമ്പിളാ മാഡം. അവളുടെ ചേട്ടന്റെ ചേട്ടത്തിയുടെ കയർ എൻ്റെ കയ്യിലാ. അവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞോളും. നിങ്ങളതോർത്ത് തലപോവേണ്ട. ആ ജോലിയൊക്കെ എനിക്ക് വിട്ടേക്കെ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അത് ശരിയാക്കാദ്യം. നീയുള്ള സ്ഥലത്തേക്ക് നാളെ എൻ്റെ കാർ എത്തി. അവിടുന്ന് നീ പോകേണ്ടത് എങ്ങോട്ടാ, അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ അയക്കാം. ഈ സമയത്ത് ഇത് ആരാ സംസാരിക്കുന്നത്? ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? മേമ,
സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? അപ്പോ ഐ എം സോറി മോനെ, എന്നോട് നീ ക്ഷമിക്കണം പ്ലീസ്. മേമ ഇതിപ്പോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ എന്നെ മേമ മേമെന്ന് വിളിക്കുമ്പോഴും നീ എനിക്ക് നിന്റെ അമ്മയുടെ സ്ഥാനം നൽകിയിട്ടുള്ളതെന്ന് ഈ മേമയ്ക്ക് നന്നായി അറിയാപ്പൂ. പക്ഷെ എനിക്കതിനോട് ഒരിക്കലും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. തോറ്റില്ലട മേമ, തോറ്റുപോയില്ലേ മേമ? മേമ പ്ലീസ്, എന്നോട് ഇങ്ങനെ അറിയാതെ പോലെ സംസാരിക്കരുത്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. മാണി ചേച്ചി, മാണി ചേച്ചി, മാണി ചേച്ചി. അമ്മയോ? അപ്പോ ഐ എം സോറി അപ്പോ, അപ്പോ സോറി. നീ ഒരു കൊച്ചുകുട്ടി അപ്പോ. നിന്നെ എന്റെ മടിയിൽ ഏൽപ്പിച്ചിട്ട് പോയതാ എന്റെ ചേച്ചി. ഞാൻ ചേച്ചി നിന്നെ നോക്കുന്ന പോലെ നോക്കുന്നു, അവള് നിന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുമെന്ന് കരുതി വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയത്. വിശ്വസിച്ച് എന്റെ മടിയിലേക്ക് നിന്നെ തന്നിട്ടാ പോയത്. പക്ഷെ ഞാനോ തോറ്റുപോയടാ. ഒരമ്മ എന്ന നിലയിൽ ഞാൻ തോറ്റു. അച്ഛനാണെങ്കി അതേ വിശ്വാസത്തിൽ ഇപ്പോഴും ഉള്ളത്. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ തോറ്റുപോയടാ. പ്ലീസ്, ഞാൻ മേമയോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്. വാണി ചേച്ചി, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലടാ. എനിക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ട് എത്ര നാളായെന്നറിയോ? നിന്റെ കല്യാണം നടത്തി തരാൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ. അപ്പോ വാട്ട് എ ഫെയിലിയർ. ചേച്ചി, ഞാൻ തോറ്റുപോയി, തോറ്റുപോയി ചേച്ചി. എന്നോട് ക്ഷമിക്കണം ചേച്ചി. അപ്പോ ഐ എം സോറി. ചേച്ചി മരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ഓക്കേ മേമ, സമാധാനത്തിലേക്ക് പ്ലീസ്. മേമ, 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 എഴുന്നേക്ക് മേമ. മേമ, 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 മേമ കണ്ണു തുറക്ക്. മേമ, മേമ, ഭാർഗു, ഭാർഗു, എന്ത് പറ്റി? എന്താ ഇവക്ക് പറ്റിയേ? അറിയില്ല ചെറിയച്ച, അമ്മയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ച് ഫെയിൻ്റായി വീണോ? അയ്യോ ചേച്ചി, ചേച്ചി എന്തോ ചേച്ചി, ഭാർഗു, ചേച്ചി. ഞാൻ പറഞ്ഞില്ല ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. വാണി ചേച്ചിയെ കുറിച്ച് എപ്പോഴും ഓർത്തോർത്ത് പറയുമായിരുന്നു. എന്തോ പോലെയാ പെരുമാറിയിരുന്നത് ചേച്ചി. വാണി ചേച്ചി ഓർക്കാത്ത ദിവസം ഉണ്ടാവും ഇവളുടെ ജീവിതത്തില്. പാപം ചെയ്താൽ അങ്ങനെയാ, ഓരോ സെക്കൻഡ് എരിഞ്ഞുകൊണ്ടിരിക്കും, വേദനിക്കും. ഭാർഗു, ചേച്ചി, ഭാർഗു. ചേച്ചി, ഐ പ്രോമിസ് ചേച്ചി, എല്ലാം ശരിയായിക്കോളും. അപ്പന്റെ കല്യാണം നടക്കും. ഈ വീടിനൊരു അനന്തരാവകാശം വരും. കല്യാണം ഞാൻ നടത്താം ചേച്ചി, ഐ പ്രോമിസ്. ഭാർഗവി, ഭാർഗവി, എഴുന്നേക്ക് മോളെ, ഒന്ന് എഴുന്നേക്ക് മോളെ. ഒന്ന് നോക്ക്, എന്നെ നോക്ക്. ചേച്ചി ഇതാ കുറച്ച് വെള്ളം കുടിക്കാം. ഒന്നുമില്ല, വെള്ളം കുടി. ഒന്നുമില്ല, വെള്ളം കുടിക്കും. എന്തു പറ്റി മോളെ ഭാർഗവി? ഓഹോ, രാമന്റെ കല്യാണ കാര്യം മനസ്സിൽ വല്ലാതെ ഓടിക്കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ശരിയായിക്കോളും. ആ കുട്ടിയോട് ഞാൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു മോളെ.
അവളൊന്ന് മൂളിക്കഴിഞ്ഞ കല്യാണം നടത്താലോ. നീയൊന്ന് സമാധാനായിരിക്കും മോളെ. സീത സമ്മതിച്ചോടാ. എന്തെങ്കിലും ഒന്ന് പറയപ്പോ അവള് സമ്മതിച്ചോന്ന്. സമ്മതിച്ചോച്ചാ വാ തുറന്ന് പറയടാ, അവള് സമ്മതിച്ചോ? സീത എന്തായാലും സമ്മതിക്കും മോളെ. മോളിപ്പോ സമാധാനായിട്ടിരിക്കുക. പോയി നന്നായിട്ട് ഉറങ്ങാൻ നോക്ക്. വിശ്വ സാധന പതുക്കെ കൊണ്ട് കിടത്തിയിട്ട് വാ. ശ്രദ്ധിച്ചു ഭാർഗു. നിമ ഇപ്പൊ ഓക്കെ അല്ലേ? ഐ എം ബെറ്റർ. അച്ഛാ സോറി, എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. നിങ്ങളുടെ ഉറക്കം ഞാൻ കളഞ്ഞല്ലേ. സോറി അച്ഛാ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ. നീ പോയി റെസ്റ്റ് എടുത്തോ. അതെ മേമ, ആദ്യം റെസ്റ്റ് എടുക്കുക പ്ലീസ്. ബാ